സാറേ, എനിക്കൊരു കത്തുണ്ടായിരുന്നു. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ, ബാക്കി വെച്ച കഥകൾ, കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി. നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും അഞ്ചലോട്ടത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. അഞ്ചലോട്ടത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തരുവണ മഴുവന്നൂർ സ്വദേശി ശ്രീധരനാണ്. വെയിലത്തും മഴയത്തും ഇടവഴികൾ താണ്ടി സ്നേഹവും സന്തോഷവും ചിലപ്പോൾ സങ്കടങ്ങളും വീടുകളിൽ എത്തിച്ചിരുന്ന 25 വർഷത്തെ സേവനത്തെക്കുറിച്ച് കേൾക്കാം. നമസ്കാരം. റേഡിയോ മാറ്റ്ലിയുടെ അഞ്ചലോട്ടം പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് ശ്രീധരൻ. തരുവണ മഴുവന്നൂര് ആണ്. ഇല്ലത്തുപുര വീട്ടിലാണ് താമസിക്കുന്നത്. തരുവണയാണ്. വീട്ടില് 2 കുട്ടികൾ, ഭാര്യയുണ്ട്. കുട്ടികൾ 2 കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ചേട്ടൻ എത്ര കാലം പോസ്റ്റ് ഓഫീസ് മേഖലയിൽ ജോലി ചെയ്തിരുന്നു? ഞാൻ ഈ 25 വർഷം. 25 വർഷം. അത് 4.5 വർഷം തോൽപ്പെട്ടി, 20 വർഷം കുഞ്ഞോ. കുഞ്ഞോത്തുനിന്നാണോ വിരമിച്ചത്? കുഞ്ഞൊന്നാണ് വിരമിച്ചത്. ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതായിരുന്നോ ഈ ഒരു മേഖല, അതോ 25 വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ചതായിരുന്നോ? എംപ്ലോയ്മെന്റ് പേര് ചെയ്തു. അപ്പൊ ആദ്യം എനിക്ക് ടൈലർ ആയിരുന്നു തരുവണ ടൗണില്. പിന്നെ വേറെ ജോലിക്കൊന്നും നോക്കിയില്ല. പിന്നെ എംപ്ലോയ്മെന്റ് വിളിച്ചു, അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ തോൽപ്പെട്ടി കിട്ടി. തോൽപ്പെട്ടി 4.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞോത്തേക്ക് വന്നത്. തോൽപ്പെട്ടി ജോലി ചെയ്യുമ്പോ 1200 ശമ്പളമേ ഉള്ളൂ. വെറും 1200. അന്നേരം 25 രൂപ ബസ്സിന് പോകും. ഒരു 700 രൂപ ചെലവ് കഴിഞ്ഞാൽ 500 രൂപ കയ്യിലുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ജീവിക്കാനാവില്ല. അപ്പൊ എന്റെ ടൈലർ മേഖലയാണ്. ഞാൻ ടൈലറാണല്ലോ ആദ്യം. അപ്പോൾ തോൽപ്പെട്ടിയിലുള്ള എല്ലാ വീടുകളും കത്ത് കൊടുക്കാൻ പോകുമ്പോൾ അവിടുന്ന് തുണി വാങ്ങും. തുണി വാങ്ങിയിട്ട് ഇവിടെ രാത്രി 7 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11 മണി വരെയും രാവിലെ 4:30 മുതൽ 7 മണി വരെയും തയ്ച്ച്, അപ്പൊ എന്റെ വട്ടച്ചെലവിനുള്ള പൈസ ഞാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് തോൽപ്പെട്ടി ജോലി നിലനിർത്തിയത്. അതെ അല്ലേ? അപ്പോ 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ തോൽപ്പെട്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ കാണുന്നത് പോലുള്ള വികസനങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ലല്ലോ. എങ്ങനെയായിരുന്നു ചേട്ടൻ കത്തുകൾ കൊടുക്കാൻ പോയിരുന്നത്? കാര്യ വികസനങ്ങളൊന്നുമില്ല. ആദ്യം ഞാൻ തോൽപ്പെട്ടി ഏരിയ പോയി നോക്കി. അപ്പൊ ഏരിയ പോയി അവിടെ കുഴപ്പമൊന്നുമില്ല. എസ്റ്റേറ്റ് ഏരിയ ആണ്. തോൽപ്പെട്ടി എന്ന് പറയുമ്പോൾ പേടിപ്പിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എല്ലാം എസ്റ്റേറ്റ് ഏരിയ. കുറെ ഫോറസ്റ്റ് ഉണ്ട്. ഒരു 3 എസ്റ്റേറ്റുകളുണ്ട്. വലിയ ബ്രഹ്മഗിരി എസ്റ്റേറ്റ്, PBS പ്ലാന്റേഷൻ, പിന്നെ അങ്ങനെ വേറൊരു എസ്റ്റേറ്റ് കൂടി ഉണ്ട്. പേര് പറഞ്ഞത് 3 എസ്റ്റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മള് പണി എളുപ്പമാണ് എസ്റ്റേറ്റ്. പക്ഷെ അവിടുന്ന് പിന്നെ കുഞ്ഞോത്തേക്ക് വന്നപ്പോഴാണ് കഷ്ടപ്പെട്ടത്. കുഞ്ഞോത്താണ് ഏറ്റവും കഷ്ടപ്പാട്. തോൽപ്പെട്ടി കഷ്ടപ്പാടില്ല. തോൽപ്പെട്ടി എസ്റ്റേറ്റ് ഏരിയ ആണ്. അവിടെ നമുക്ക് വന്യമൃഗ ശല്യങ്ങളൊന്നും എനിക്ക് 4 വർഷത്തോളം ഉണ്ടായിട്ടില്ല. നമ്മൾ വരുമ്പോൾ തിരുനെല്ലി വഴിക്കുന്ന അല്ല അവിടെ തെറ്റ് റോഡിൽ മൃഗങ്ങളെ കാണാനാണ്. തോൽപ്പെട്ടി ഞാൻ കണ്ടിട്ടില്ല. രാത്രി ഉണ്ടാവും, പക്ഷെ പകല് എനിക്ക് എന്റെ ഫീൽഡിലേക്കൊന്നും എതിരുണ്ടായിട്ടില്ല. ചേട്ടൻ നടന്നാണോ കത്തുകൾ കൊടുക്കാൻ പോയിരുന്നത്? നടന്നാണ് കത്ത് കൊടുത്തിരുന്നത്. ഫുൾ നടത്താൻ 25 വർഷം നടക്കുക ചെയ്തത്. 25 വർഷവും നടക്കുകയാണ് ചെയ്തത്. ഫുൾ നടത്തായിരുന്നു. അതിൽ കൊറോണ വയനാട് ജില്ലയിൽ കൊറോണ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കുഞ്ഞം പോസ്റ്റാക്കിലായിരുന്നു. അപ്പൊ വളരെ ഭീതിജനകമായിട്ടാണ് ഞാൻ അന്ന് കൊറോണയുള്ള. അപ്പൊ അന്ന് അവിടെ ജോലി ചെയ്തു. അന്ന് 3 മാസം ബസ്സുകളൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് മാത്രം തരുവഴിന്ന് ഓട്ടോ കിട്ടി 600 രൂപ വാടക കൊടുത്ത് എന്നിട്ട് കത്ത് ഡെലിവറി ചെയ്ത് 2-2:30 തിരിച്ചു വരും. അപ്പൊ അങ്ങനെ മാത്രമേ വണ്ടി കൂട്ടിയിട്ടുള്ളൂ 3 മാസം. അല്ലെങ്കിൽ ഒക്കെ നടത്തും തന്നെ. അപ്പോ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ തരുവണ മഴുവന്നൂരിൽ നിന്ന് എങ്ങനെയാണ് കുഞ്ഞോത്തേക്ക് പോവുക? ബസ്സിന് പോകും രാവിലെ. നിരപ്പുഴ ബസ് ആദ്യം നിരപ്പുഴ പോകും. നിരപ്പുഴ ജീപ്പിന് പോകും. ഇപ്പം പിന്നെ കുഞ്ഞോത്തേക്ക് നേരിട്ട് ബസ് ഉണ്ട്. തോൽപ്പെട്ടിക്കും അതുപോലെ ബസ്സിന് പോയി വരുമായിരുന്നു. തോൽപ്പെട്ടി ബസ് ഉണ്ട്. തോൽപ്പെട്ടി ബസ്സിന് പോകും. കിട്ടിയ പണി ഒഴിവാക്കാൻ തോൽപ്പെട്ടി പിടിച്ചെന്നതാ. ഈ കുഞ്ഞോത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് എങ്ങനെയാണ് ചേട്ടൻ ആവശ്യപ്പെട്ടു? അല്ല, കുഞ്ഞോത്തേക്ക് ഒഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി അടുത്താണല്ലോ. അപ്പം അപ്പോഴാണ് കുഞ്ഞോത്തേക്ക് വന്നത്. ഞാൻ കുഞ്ഞോത്ത് ഒരാൾ അന്വേഷിച്ചേക്കുമ്പോൾ നല്ല ഏരിയ എന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞോത്ത് വന്നത് വളരെ വേണ്ടാത്തരായി. വളരെയധികം മൃഗങ്ങളുടെ ശല്യവും പിന്നെ ഫോറസ്റ്റും പണിയെടുക്കാൻ വളരെ കഷ്ടപ്പാടാണ്. പിന്നെ പിടിച്ചു നിന്നു. തോൽപ്പെട്ടിന് ഏറ്റവും സുഖം. ഞാൻ തന്നെ ചാൻസ് കൊടുത്തതാ. കുഞ്ഞോത്തേക്ക് ഒഴിവിന് കൊടുത്തതാ. അതെ അല്ലേ? 4.5 വർഷമാണ് ഓർമ്മയിലുള്ള ഏറ്റവും നല്ല 4.5 വർഷങ്ങൾ അല്ലേ?
തോൽപ്പെട്ടി ആയിരുന്നു ഏറ്റവും നല്ലത്. പിന്നെ കുഞ്ഞത്തും ജനങ്ങൾ നല്ല പെരുമാറ്റമാണ്. കുഞ്ഞത്ത് നമ്മള് പോകുന്ന വഴിക്ക് ജനങ്ങളൊക്കെ നല്ല പെരുമാറ്റമാണ്. ഒരു ഏരിയ പറഞ്ഞു തരാനൊക്കെ അവിടെ വളരെ നല്ല പെരുമാറ്റം കുഞ്ഞത്ത്. രണ്ടു ഭാഗത്തും ആൾക്കാരും എന്ന് പറയാനില്ല. നമുക്ക് നടന്ന് കത്ത് കൊടുക്കാനുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോ ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് കത്തുകൾ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നല്ലോ. കത്തുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോ ഒട്ടും പരിചയമില്ലാത്ത തോൽപ്പെട്ടി പോലെ ഒരു ഏരിയയിൽ എത്തിയിട്ട് എങ്ങനെയാണ് ഈ കത്തുകളൊക്കെ തോൽപ്പെട്ടി ആദ്യം അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ കുറെ പറഞ്ഞു തരും. പിന്നെ അവിടുത്തെ ആദ്യത്തെ പോസ്റ്റിന് ഉണ്ടായിരുന്നു താൽക്കാലികം ഉണ്ടായിരുന്ന അയാളോട് ചോദിച്ച് ഏരിയകൾ മനസ്സിലാക്കി. അങ്ങനെ ഓരോ വീട് ഒരു മാസം വരെ കഷ്ടപ്പാടുണ്ട്. പിന്നെയും പഠിച്ചു. അതുപോലെ കുഞ്ഞോത്ത് പോയിട്ടും അത് തന്നെ കുറെ ഓരോ വീടുകളിൽ പോയി. പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങും പഴയത്. അത് നോക്കിയിട്ട് പേര് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെയും കണ്ടുപിടിച്ചു. അപ്പൊ ഒരു മാസത്തോളം കഷ്ടപ്പാടുണ്ട്. പിന്നെ അതങ്ങ് ശരിയാവും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നീണ്ട 20 വർഷത്തോളം കുഞ്ഞോത്താണ് സേവനം ചെയ്തത്. 20 വർഷം കുഞ്ഞോം തന്നെ. കുഞ്ഞോം എന്ന് പറയുന്ന ഒരു പ്രദേശം ചേട്ടന് ആദ്യം പരിചയം ഉണ്ടായിരുന്നോ? ഞാൻ ഒരു പ്രാവശ്യം പോയിന്നല്ലാണ്ട് പരിചയമില്ല. അതാണ് എന്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾ കുഞ്ഞോത്തുണ്ട്. അയാൾ നല്ല ഏരിയ ആണ്. നമ്മളെ പയ്യാട്ട് ഗ്രാമം പോലെ അടുത്തടുത്ത് വീടുകളാണ്. പക്ഷെ പോയി നോക്കുമ്പോൾ കുഞ്ഞോട്ട് അവിടെ കുഴപ്പമില്ല. ഉള്ളോട്ടൊക്കെ 5 കിലോമീറ്റർ ചുരുളി എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ വിജനമായ കാട, അവിടുന്ന് പോകണം. പിന്നെ 4 കിലോമീറ്റർ കരിമ്പിലേക്ക് നടന്നു പോകണം. അങ്ങനെ 22 കിലോമീറ്റർ അങ്ങോട്ട് നടന്ന് അങ്ങനെ 44 കിലോമീറ്റർ സഞ്ചരിക്കണം ഒരു ദിവസം തീരണമെങ്കിൽ. ഒരു ദിവസം എല്ലാവരും നടന്ന് കത്തോടെ 44 കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പ് ആൻഡ് ഡൗൺ. അങ്ങോട്ട് 22 പോയി ഇങ്ങോട്ട് 22. അങ്ങനെ ഓരോ വഴിക്കും. അത്രയും ദുർഘടമായ സ്ഥലമായിരുന്നു കുഞ്ഞോം. അപ്പോ ഈ കുഞ്ഞോത്തുനിന്നാണെങ്കിലും നമ്മൾ ഇവിടുന്ന് ബസ്സിനൊക്കെ പോയി തിരിച്ചു വരിക, നമ്മളുടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ ദിവസം വേറൊരു ജോലിയിൽ ഏർപ്പെടാൻ കഴിയുമായിരുന്നില്ല അല്ലെ? വേറെ ജോലി ഒന്നും എടുക്കാനാവില്ല. ഇവിടെ 6:30 ആവും. പിന്നെ ജോലിയൊന്നും എടുക്കാൻ പറ്റൂല. ഈ ഒരു ജോലിയിലെ ചേട്ടൻ ആദ്യമായിട്ട് പ്രവേശിച്ച ആ ഒരു ദിവസം ഓർമ്മയുണ്ടോ? അന്നത്തെ ഒരു മാനസികാവസ്ഥയൊക്കെ എന്തായിരുന്നു? അന്ന് തോൽപ്പെട്ടി എനിക്ക് പരിചയമൊന്നുമില്ല. കത്തുകളൊക്കെ കൈ കിട്ടി. അപ്പം കത്തുകള് ഒരു കടക്കാരനെ ചോദിച്ചു ഒരു ഏരിയ. അപ്പൊ അയാൾ എന്നെ പറഞ്ഞ അനുഭവം അതൊക്കെ പോസ്റ്റ്മാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോയിട്ട് തോൽപ്പെട്ടി ഒരു വീട്ടിൽ പോയിട്ട് ഒരാൾ കടയിൽ ചോദിച്ചു. അയാൾ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനത് പോസ്റ്റ്മാന്റെ കടമയാണെന്ന് പറഞ്ഞു. അതൊരു വല്ലാത്ത വിഷമം ഇന്നും 20 വർഷം കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. പുതിയൊരു ഏരിയ പോയിട്ട് അങ്ങനെ അനുഭവം ഉണ്ടായി. പിന്നെ നമ്മളെ പോസ്റ്റ് മാസ്റ്റർ അവിടെ കുറെ പറഞ്ഞു തരും. അങ്ങനെ പിന്നെ ഒരു വീട്ടുകാർ മാത്രമേ അങ്ങനെ ഒരാളെ പറഞ്ഞുള്ളൂ. പിന്നെ മറ്റുള്ളവരൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആദ്യത്തെ ദിവസം ഒരു വിഷമമായിരുന്നു. ഒരു കത്ത് കയ്യിൽ നിന്ന് വീണുപോയിരുന്നു എന്റെ കയ്യിൽ നിന്ന് അറിയാതെ. വ്യത്യാസം ഒരാളെ കിട്ടി. അത് കയ്യിൽ നിന്ന് വീണു. കത്തിങ്ങനെ അടിക്കുമ്പോൾ കയ്യിൽ നിന്ന് വീണുപോയി. അവർ പശു കുത്താൻ വന്നപ്പോ വ്യത്യാസം ഒരാളെ കിട്ടി. അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം മാത്രം വന്നിട്ടുള്ളൂ. ഓ, ഈ പശു കുത്താൻ വന്ന അത് തോൽപ്പെട്ടിന്നാണോ? തോൽപ്പെട്ടി. അപ്പൊ ഓടുമ്പോ കയ്യിൽ നിന്ന് വീണു. ഇപ്പൊ കത്ത് ഒരാൾ കിട്ടി. ഒരെണ്ണം കിട്ടിയ പിറ്റേസം അവര് പുസ്തകത്തിൽ കൊടുത്തു. അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ ഒരു അനുഭവം ഫസ്റ്റിലാണല്ലോ. അപ്പൊ അതങ്ങനെ അനുഭവം മാത്രമേ വന്നുള്ളൂ. പിന്നെ നമ്മൾ നടന്ന എല്ലാ പത്തുകളും ഡെലിവറി ചെയ്യും. നടന്നാണല്ലോ പോകുന്നത്. ഈ മഴക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോ മഴക്കാലത്ത് കുഞ്ഞോം വഴിക്കൊക്കെ ഉള്ളോട്ടൊക്കെ മൃഗങ്ങൾ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ചില സ്ഥലത്ത് ചുരുളിക്കലും പോകുമ്പോൾ പറയും ആനയുണ്ട്. ചിലപ്പോ ആനയുണ്ട്. നിങ്ങള് മറ്റേ എളുപ്പമുള്ള വഴിക്ക് പോകേണ്ട കുറച്ച് വളഞ്ഞ വഴിയുണ്ട്. അതിലെ പാമ്പുള്ള വഴി അതിലെ പോയാൽ മതി. പിന്നെ വെള്ളം കയറും. കുഞ്ഞത്തൊക്കെ നല്ല പ്രളയ സമയത്തൊക്കെ വെള്ളം കയറും. അതൊക്കെ വലിയ വിഷമാണ്. പിന്നെ 2 ദിവസം നല്ല വെള്ളം കയറുന്ന സമയത്ത് പോസ്റ്റ് തുറക്കൂല. അവിടെ നിരപ്പോഴും അങ്ങോട്ടൊക്കെ റോഡ് ബ്ലോക്ക് ആവും. മഴക്കാലത്ത് വലിയ കഷ്ടപ്പാടാണ്. പിന്നെ അവിടെ അട്ടയുണ്ട്. കുഞ്ഞോം വഴിക്ക് ചില വഴികളിൽ ചുരുളിയുന്ന സ്ഥലത്തൊക്കെ അട്ടകൾ കാലിന് കടിക്കും മഴക്കാലത്ത്. കരിമ്പിലുണ്ട് ചില സ്ഥലങ്ങൾ. അങ്ങനെ എല്ലാ കുഞ്ഞോ ടൗണിലൊന്നുമില്ല. ചുരുളി എന്നുള്ള അവിടുന്ന് 5 കിലോമീറ്റർ ഉള്ളോട്ട് ഒരു ഏരിയയാണ്. ഫോറസ്റ്റ്. അവിടെ കുറച്ച് 50 വീടുകളുണ്ട്. അവിടെയൊക്കെ പോകാൻ കുറച്ച് വിഷമം. ഇപ്പം പിന്നെ അങ്ങോട്ട് കിലോമീറ്റർ റോഡായി എന്ന് പറയുന്നത് കേട്ടു. അവിടെയൊക്കെ കത്ത് കൊണ്ടു കൊടുത്തിരുന്നു. എല്ലാവരും കൊണ്ടു കൊടുക്കും. ഒരു എല്ലാ വീടും കൊണ്ടു കൊടുക്കുകയുള്ളൂ. കൈവിട്ട് ഒരാളും ഞാൻ കത്ത് കൊടുക്കാറില്ല. അതാത് വീടുകൾ നേരിട്ട് കൊടുക്കും. നേരിട്ട് തന്നെ കൊടുക്കുള്ളൂ. ഒറ്റ കത്തും കൈവിട്ട് കൊടുക്കുക. കടകൾ വെക്കൂല. അതെന്റെ ശീലമായിരുന്നു. അങ്ങനെ ചേട്ടനെ വന്യമൃഗങ്ങളെയൊക്കെ കണ്ട എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കാട്ടുപോത്തിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാട്ടുപോത്തിനെ കണ്ടപ്പോ തിരിച്ച് ആ വഴിക്ക് പോയില്ല. അല്ലാതെ ആനകളും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ മഴക്കാലം കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൂടുതലാണല്ലേ ഈ പോസ്റ്റ്മാൻ? മഴക്കാലത്ത് വലിയ വിഷമാണ്. നടന്നു പോകണമെങ്കിൽ ഭയങ്കര വിഷമം. കോടയൊക്കെ എടുത്ത് പൊന്തിച്ച് കാറ്റിന് പറത്തിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എത്ര വർഷമായി ശ്രീധരേട്ടൻ റിട്ടയർ ആയിട്ട്? 2022 നവംബർ 18. അപ്പൊ അതിനുശേഷം ഇപ്പൊ വിശ്രമ ജീവിതം എങ്ങനെ പോകുന്നു? വിശ്രമം പശുവുണ്ട്. എന്റെ കൈതവ മേഖല ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് പറയാ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ 1200 ശമ്പളമാണ്. പിന്നെ 20 വർഷമായിട്ടും 700 റുപ്യ 24,000 ഞാൻ പിരിഞ്ഞത്. 20,000 ഇപ്പൊ 700 റുപ്യ
പിന്നെ ഇതിന് പെൻഷൻ ഇല്ല. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിനായി എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല. ഞങ്ങൾ 5 മണിക്കൂർ ഡ്യൂട്ടി ടൈം ഉള്ളൂ. 5 മണിക്കൂർ ജോലി ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ വേറെ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തണം നമ്മളെ വരുമാനത്തിന്. അതൊരിക്കലും സാധ്യമല്ല. അപ്പൊ അങ്ങനെ പല ഗവൺമെന്റ് വന്നിട്ടും എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റുകളെ സ്ഥിരപ്പെടുത്താനോ ഒന്നും ചെയ്തില്ല. പല പ്രാവശ്യം പണിമുടക്ക് 14 ദിവസം പിന്നെ 6 ദിവസം അങ്ങനെ എല്ലാ പണിമുടക്കി. അപ്പോഴും പറഞ്ഞ് ഇവരെ സ്ഥിര ജീവനക്കാരല്ല, ഇവരെ സ്ഥിരപ്പെടുത്തേണ്ട കാര്യമില്ല, ഇവർക്ക് 5 മണിക്കൂറേ ഉള്ളൂ, ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരെ പരിഗണിക്കാൻ പറ്റില്ല, ഇവർക്ക് പെൻഷൻ തരാൻ പറ്റില്ല. അങ്ങനെ പെൻഷൻ ഇല്ല. ഞങ്ങൾക്ക് പിരിഞ്ഞു വന്നപ്പോൾ ഏകദേശം 3 ലക്ഷത്തോളം മാത്രമേ നമുക്ക് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. നമുക്ക് പിരിയുമ്പോഴുള്ള പൈസ 3 ലക്ഷം. പിന്നെ പെൻഷൻ ഇല്ല. ഇപ്പൊ നമ്മൾ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നു. അല്ലാണ്ട് നമുക്ക് ബ്രാഞ്ച് പ്രശാസന സ്ഥിതി വളരെ ദയനീയമാണ്. എല്ലാ നിയമങ്ങളും മാറ്റി എഴുതിയെങ്കിലും ഈ ഒരു നിയമങ്ങൾ മാത്രം ഈ ഒരു ജീവനക്കാർക്ക് 3 ലക്ഷം എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുണ്ട്. അവർക്ക് ആർക്കും അത്രയും വർഷം പണിയെടുത്തിട്ട് നമ്മുടെ കട്ടപ്പുറത്തായ വണ്ടി പോലെയാണ് നമ്മൾ. കാരണം ഒരു വണ്ടി ഓടി 15 വർഷം കഴിയുമ്പോൾ കട്ടപ്പുറത്താവും. നമ്മളെ നാടി നരമ്പുകളും എല്ലാ പാർട്സുകളും കഴിഞ്ഞ് തീർന്ന് നമുക്ക് കുടുംബത്തിനും ഡിപ്പാർട്ട്മെന്റ് ജനങ്ങൾ ആർക്കും വേണ്ടാണ്ട് നമ്മളൊരു വിജനമായിട്ട് കറിയിലിട്ട കറിവേപ്പില പോലെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു എൻ്റെ അനുഭവത്തിലാണ് നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ട് കാണുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുമ്പോൾ വളരെ നല്ല അനുഭവങ്ങളാണുള്ളത്. എല്ലാവരും പരിചയപ്പെടാനും നമുക്ക് സമൂഹത്തിൽ വിലയും നിലയും എല്ലാം ഉണ്ട്. ഇപ്പോഴും നമ്മൾ പോയാൽ നമ്മളെ നല്ല ബഹുമാനം അതൊക്കെയാണ്. പക്ഷെ നമുക്ക് വാർദ്ധക്യകാലത്ത് നമുക്കൊരു അത്താണിയായിട്ട് ഒരു പെൻഷൻ കിട്ടാത്തതാണ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വലിയ വിഷമം. അന്നൊക്കെ സർവീസിൽ ഇരിക്കുമ്പോൾ സമരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിട്ടുണ്ട്. ഒരു 14 ദിവസം പോസ്റ്റ് അടഞ്ഞിരുന്നു. പിന്നെ 6 ദിവസം അങ്ങനെ എല്ലാ ദിവസവും അടഞ്ഞു വന്നപ്പം ഒന്നും സ്ഥിരപ്പെടുത്തിയില്ല. നാമമാത്രമായ ചെറിയ പൈസ തന്ന് ആയി. അപ്പം ആരും കയറുമ്പം നാളെ കയറുന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് ഇതിന്റെ എല്ലാവരും അങ്ങനെ പ്രതീക്ഷകൾ 20 വർഷം പ്രതീക്ഷകളോട് അങ്ങനെ നിന്നു. പക്ഷെ ഇന്നുള്ളവർക്കും പെൻഷൻ ഇല്ല. പെൻഷൻ ഇല്ല, ഒരിക്കലും കിട്ടാൻ സാധ്യത. ഇനി ഒരു പെൻഷൻ കിട്ടിയിട്ട് കാണുമെന്നുള്ള എന്റെ ആഗ്രഹം. അപ്പോ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് സംതൃപ്തിയായിരുന്നു. വിരമിച്ചതിന് ശേഷമാണ് നമ്മൾക്കൊരു പ്രായമായ സമയത്ത് നമുക്ക് വേണ്ട സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോകാൻ ഉള്ള ഇതാണ് പണം. അതില്ലെങ്കിലാണ് ഏറ്റവും വിഷമം. അതിപ്പോ എല്ലാ സുഖമായി നടന്നു പോകും ആ ജോലിയുടെ സമയത്ത്. ഇപ്പൊ ജോലി ഇല്ലാത്തതുകൊണ്ട് അതാണ് ആ പെൻഷൻ കിട്ടിയതിന്റെ ഒരു പ്രശ്നം കിട്ടിയത്. അതാണ് മനസ്സിലുള്ള ഏറ്റവും വിഷമം. അപ്പോ ആ സമയത്തെ കത്തുകൾ ഒരുപാട് വിഭാഗങ്ങളിൽ പെടുന്ന കത്തുകൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഈ മണി ഓർഡറുകളൊക്കെ കൊണ്ടു കൊടുത്തൊരു ഓർമ്മയുണ്ടോ? മണി ഓർഡർ അന്ന് മണി ഓർഡർ എല്ലാം വരും. മണി ഓർഡർ പെൻഷൻ ഇതെല്ലാം വരും. മണി ഓർഡർ വരും. മണി ഓർഡറുകൾക്ക് കാത്തു നിൽക്കാറുണ്ടായിരുന്ന ആളുകള് കാത്തു നിൽക്കാറുണ്ട്. അതെവിടെ തോൽപ്പെട്ടിയാണോ കുഞ്ഞോത്താണോ കൂടുതല്? മണി ഓർഡർ ഇവിടെ തോൽപ്പെട്ടി ഉണ്ട്. കൂടുതൽ കുഞ്ഞോത്താണ്. കുഞ്ഞോത്ത് രജിസ്റ്റേർഡൊക്കെ ഇഷ്ടംപോലെ ഗൾഫ് ഏരിയ ആയതുകൊണ്ട് അന്ന് രജിസ്റ്റേർഡ് കത്തുകളൊക്കെ കുറെ വരും. പിന്നെ പെൻഷനൊക്കെ അന്ന് നമ്മളാണ് വാർദ്ധക്യകാല പെൻഷനൊക്കെ അല്ല വിധവാ പെൻഷൻ എല്ലാം കൊടുക്കല്. ഇപ്പൊ എല്ലാം അക്കൗണ്ട് വഴി ആയില്ല. അന്ന് പെൻഷൻ ഇഷ്ടം പോലെ വരും. നമ്മൾ കൊടുക്കണല്ലോ. മണിയോട്ട് വല്ലാണ്ട് വരും. പലയാളും ജോലി സംബന്ധ ജോലി അയക്കില്ല. അപ്പൊ അവര് പൈസ അയക്കും. അപ്പൊ കൊണ്ടു കൊടുക്കണം. ഈ മണി ഓർഡർ കൊണ്ടു കൊടുക്കുമ്പോഴും വിദേശത്ത് നിന്നുള്ള കത്തുകളൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ അവര് ചേട്ടനെ എങ്ങനെയായിരുന്നു? ഒരു കുടുംബാംഗത്തെ പോലെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അവർക്ക് നമ്മളെ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെ കത്ത് ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലല്ലോ. അപ്പം വളരെ പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു. ചില ആൾ പോസ്റ്റാക്കി നേരിട്ട് വരും. അപ്പം ആരെയും വന്നാലും അന്ന് എത്തിക്കും. അന്ന് തന്നെ അവരെ എത്തിക്കും. ആരെയും നടത്തിക്കാറില്ല. എല്ലാം വീട്ടിൽ തന്നെ. അത് ഞാൻ പിരിഞ്ഞപ്പോൾ അവർക്ക് അവർ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ നടത്തിക്കാതെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കല. വീട്ടിൽ ആളില്ലെങ്കിൽ വീടിന്റെ അകത്തേക്ക് ഇടും. അതുപോലെ ഈ കത്തുകൾ വായിക്കാൻ ആ സമയത്തൊക്കെ വായിക്കാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒക്കെ കത്തുകൾ തുറന്ന് വായിച്ചു കൊടുത്തൊരു ഓർമ്മയുണ്ടോ? ചിലത് അറിയാത്ത ചിലതൊക്കെ ഇംഗ്ലീഷൊക്കെ ചിലതുണ്ടാവും. അപ്പൊ അതൊന്നും അറിയില്ല. ചില കോളേജിൽ നിന്നും മറ്റേതൊക്കെ വരുമ്പോഴേക്ക് അപ്പോഴേക്ക് അപ്പൊ നമ്മള് ചില ആൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ചിലർക്ക് ഒന്നും അറിയാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ വായിച്ചു കൊടുത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? വായിച്ചു കൊടുത്ത നിമിഷങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ മറുപടി കത്ത് എഴുതാൻ സഹായിക്കേണ്ടി വന്നിട്ടുണ്ടോ? ചില അപേക്ഷ എഴുതി കൊടുക്കാനും പല കാര്യങ്ങളും അല്ലെങ്കിൽ ചില ഇതൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ചിലത് അഡ്രസ്സ് ശരിക്കും അവർക്ക് എഴുതാൻ ആവുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെയാ എഴുതാൻ രീതി അറിയില്ല. അപ്പൊ നമ്മൾ അതൊക്കെ എഴുതി കൊടുക്കും. അപ്പൊ ചേട്ടൻ ഇപ്പോ തോൽപ്പെട്ടിയോ കുഞ്ഞോത്തോ ഒക്കെ പോവാറുണ്ടോ? അവിടെ പരിചയക്കാരെയൊക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഞാൻ ഇടയ്ക്ക് തോൽപ്പെട്ടി പോകും, പോസ്റ്റ് മാസ്റ്റർക്ക് പോകും. നമ്മൾ റിട്ടയർഡ് ആയ ശേഷം തോൽപ്പെട്ടി പോസ്റ്റ് മാസ്റ്റർ ഗീത അവരെ വിളിച്ചിരുന്നു. മറന്നു പോകാതെ അവരെ വിളിച്ചു. അവര് വന്നു. അവരും അവരെ കുടുംബവും വന്നു. പിന്നെ അപ്പം അവരെ മറന്നിട്ടില്ലായിരുന്നു. ആദ്യം അവിടെ ഞാൻ ജോലി ചെയ്തത്. അപ്പൊ ഇടയ്ക്ക് കുഞ്ഞോത്ത് പോകും. അവരെല്ലാം ഇടയ്ക്ക് ഇങ്ങനെ മുടിച്ചിടാകുമ്പോ അവിടെയൊക്കെ പോകാറുണ്ട്.
ഇപ്പോ ഇന്നത്തെ ഈ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ കത്തുകളെ കുറിച്ചോ പോസ്റ്റൽ സർവീസിനെ കുറിച്ചോ വലിയൊരു ധാരണ അവർക്ക് ഇല്ല എന്ന് ചേട്ടന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നത്തെ ഇപ്പൊ പോസ്റ്റ് ഓഫീസിന് അവർക്ക് വലിയ നിർബന്ധമില്ല, എല്ലാ കാര്യങ്ങളും ആയതുകൊണ്ട് ഇല്ലന്റുകള് കാർഡുകൾ കത്ത് അയക്കുന്നില്ല. എല്ലാം ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ മൊബൈലും ഇതൊക്കെ ആകുമ്പോൾ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറക്ക് പുതിയ തലമുറക്ക് അതിനൊന്നും വലിയ ഓർമ്മകളില്ല. എന്നാലും എല്ലാ രജിസ്റ്ററും ഇപ്പം മിക്കവാറും പണികളും കുറവില്ല പോസ്റ്റ് ഓഫീസിൽ. നമ്മുടെ ഇല്ലന്റും കാർഡും അന്ന് പോയെങ്കിലും മറ്റുള്ള എല്ലാം പോസ്റ്റ് ഓഫീസിൽ തന്നെയാണ്. സ്പീഡ് പോസ്റ്റും പണ്ടത്തെക്കാളും പണി കൂടുതലാണ് ഇപ്പോൾ ഉള്ളത് പോസ്റ്റ് ഓഫീസിൽ. കൂടുതലാണല്ലേ? കൂടുതലാണ്, പണി കൂടുതലാണ്, പോസ്റ്റ് ഓഫീസ് കൂടുതലാണ്, പണി കൂടുതലാണ്. ഒരു ED-കാരനെ SRTP വൈകുന്നേരം വരെ 6 മണി കൊടുത്താൽ തീരൂല. അപ്പൊ ചില ആൾക്കാർക്ക് രാത്രി വീട്ടിന്റെ അടുത്തുള്ള രാത്രി വീണ്ടും കൊടുത്തു തീർക്കും. ഇങ്ങനെയൊക്കെയാണ് പണി. അപ്പോ ഈ ജോലിക്ക് അനുസരിച്ചുള്ള ഒരു വേതനം കൂടി ഇവർക്ക് പെട്ടെന്ന് തന്നെ ആവട്ടെ. അതെ, ജോലിക്ക് അനുസരിച്ച് വേതനം കിട്ടുന്നില്ല. അത് എല്ലാവരുടെ കാര്യം വളരെ ഈ പിരിയുമ്പോഴാണ് കഷ്ടപ്പാടുകൾ. വീട്ടിൽ സാമ്പത്തികം ഒന്നുമില്ലെങ്കിൽ അവന്റെ കാര്യം വളരെ പോകാണ്. കാരണം ചില ആൾക്ക് 5 സെന്റ് സ്ഥലമൊക്കെ ടീമുകളൊക്കെ ഉണ്ട്. അവർക്കൊന്നും പിരിയുമ്പം അത് രോഗം ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാനില്ല. അതുകൊണ്ട് സാമ്പത്തികം കയ്യിലില്ലെങ്കിൽ ഇത് വലിയ വിഷമം തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ശ്രീധരേട്ട. ഒരുപാട് നേരം ഞങ്ങൾ റേഡിയോ മാറ്റിലിയുടെ ശ്രോതാക്കളുമായിട്ട് പോസ്റ്റ് ഓഫീസ് രംഗത്തെ ഓർമ്മകളൊക്കെ ചേട്ടൻ പങ്കുവച്ചു. വിശ്രമ ജീവിതം ഏറെ കർമ്മനിരതമായി ഏറെ മനോഹരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി. അഞ്ചലോട്ടത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തരുവണ മഴുവന്നൂർ സ്വദേശി ശ്രീധരനായിരുന്നു. 25 വർഷക്കാലം ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളെയും തോളിലേറ്റിയ അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഹൃദയസ്പർശിയായ ഓർമ്മകളാണ് നമ്മോട് പങ്കുവച്ചത്. ഇന്നത്തെ അഞ്ചലോട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. അഞ്ചലോട്ടം. കൈമാറിയ കത്തുകൾ ബാക്കി വെച്ച കഥകൾ. കത്തുമായി എത്തുന്നവരുടെ ജീവിതാനുഭവങ്ങൾ. നിർവഹണം പ്രജിഷ രാജേഷ്. പുഷ്പകുമാരി.